എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് എൽ സി എം ആണ്. നമ്മൾ എന്താണ് ഈ എൽ സി എം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെയുണ്ട് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതാണ് എൽ സി എം. അതിൻ്റെ മലയാളം ലഘുതമ സാധാരണ ഗുണിതം. ഓക്കെ, അതാണ് എൽ സി എം. നമ്മൾ ലസാഗു എന്നൊക്കെ പറയും. ഓക്കെ, ഇനി എച്ച് സി എഫ് ആണെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതാണ് എച്ച് സി എഫ്. ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമേ പറയുന്നത് ബേസ് തൊട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അറിഞ്ഞൂടാത്തവർ കൂടുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം 5, 15, 30 ഇതിൻ്റെ എൽ സി എം കാണുക അല്ലെങ്കിൽ ഫൈൻഡ് എൽ സി എം എന്നൊക്കെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അങ്ങനെ ചോദിക്കാൻ സാധാരണ കുറവാണ് എസ് എസ് സിക്ക്, പക്ഷേ ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ സി എം കാണാൻ നോക്കാം. എൽ സി എമ്മിന് നമ്മളിങ്ങനെ ഒരു വരയൊക്കെ കൊടുത്തു, കളർഫുള്ളാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഏതൊക്കെ സംഖ്യ ഉണ്ടെന്ന് നോക്കാം. 5 ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട്. ഇവിടെ നോക്കേ, ഈ നമുക്ക് ഇവിടെ 5 ഉണ്ട്, 15, 30 ഉണ്ട്. ഈ 3 സംഖ്യകളിലും നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, വെട്ടി ചെറുതാക്കുകയാണ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ കോമൺ ആയിട്ട് പോവുമോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചുതരാം. ഇതിപ്പോൾ ഇവിടെ 5 ഉണ്ട്, 15 ഉണ്ട്, 30 ഉണ്ട് ഇല്ലേ. ഇപ്പോൾ നമുക്കറിയാം 5നെ നമുക്ക് 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 15നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 30നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഇവിടെ 3 സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ഒരു സംഖ്യയെങ്കിലും എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സംഖ്യ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വെട്ടി പോവാൻ സാധിക്കണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യത്തെ 5നെ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. ഓക്കെ, ഇവിടെ വെട്ടിച്ചെറുതാക്കുമ്പോൾ ഇവിടെ 1 എന്ന് കിട്ടും. 15ലാണെങ്കിലോ 15 5ൻ്റെ ടേബിൾ എത്ര ഉണ്ട്, 3 പ്രാവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 3, 3, 5, 15, അടുത്ത 6, 5, 30 എന്ന് കിട്ടി. ഓക്കെ, 6, 5, 30 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കാം, അടുത്ത് നമുക്ക് വെട്ടിച്ചെറുതാക്കണമെങ്കിൽ ഇവിടെ നോക്ക് 1 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പോകുന്നത് 3ൻ്റെ ടേബിളിലായിരിക്കും ഇല്ലേ. കോമൺ ആയിട്ട് പോകുന്നത് 3ൻ്റെ ടേബിളിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, 3 വെച്ച് നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നു. 1 അതേപോലെ എഴുതി, 3ൽ 3 ഒരു പ്രാവശ്യം, 6ൽ 2 പ്രാവശ്യം, 2 പ്രാവശ്യം. ഓക്കെ, 6ൽ 3 × 2 6, 3, 2, 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് എൽ സി എം ആണ് കാണാൻ പറയുന്നത്. എൽ സി എം ആണ് കാണാൻ പറയുന്നത് ആയതുകൊണ്ട് ഇവിടെ കിടക്കുന്ന എല്ലാ സംഖ്യകളും കൂടെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 5 × 3 × 2, 5 × 3 × 2. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 1നെ നമുക്ക് വേണ്ട, കാരണം 1നെ ഏതൊരു സംഖ്യ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ ആ ഒരു സംഖ്യ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 1 വേണ്ട. ഇനി നമുക്കെല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. 5, 3, 15, 15 × 2 30. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, സ്വാഭാവികമായിട്ട് തോന്നാം, എങ്കിൽ ഈ 30 ആണോ ഈ 30 എന്ന് തോന്നാം. അപ്പോൾ ഞാൻ പറയുന്നു ആ 30 തന്നെയാണ് ഈ 30. ഓക്കെ, അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതല്ലാതെ നമുക്ക് വേറൊരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ ആ രീതി എല്ലാ പ്രാവശ്യവും വർക്കൗട്ട് ചെയ്യണം അല്ലെങ്കിൽ വർക്കിംഗ് ആവും എന്ന് കരുതരുത്. നമുക്ക് ചില നമ്പറിലൊക്കെ വരുമ്പോൾ വർക്കിംഗ് ആവത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇനി ആ ഒരു ടെക്നിക്കും കൂടെ നോക്കാം. ഇത് നമുക്ക് എങ്ങനെ അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇവിടെ നോക്ക്, ഇത് 5 ആണ്, 15 ആണ്, 30 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ സംഖ്യയും രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും പൊതുവായിട്ടുള്ള ഘടകം 5 ഉണ്ട് ഇല്ലേ. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീരീസിൽ ഏറ്റവും ചെറിയ സംഖ്യയായ 5 കൊണ്ട് 15നെയും 30നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന സീരീസിലെ ഏറ്റവും വലിയ നമ്പറായിരിക്കും ആൻസർ. ഓക്കെ, ആ ഒരു സീരീസിലെ ഏറ്റവും വലിയ നമ്പറായിരിക്കും ആൻസർ. ഇവിടെ നോക്ക്, ആ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. 5 കോമൺ ആയിട്ട് എല്ലാത്തിലും 5 20ൽ പോവും, 40ലും പോവും തന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 5ൻ്റെ ടേബിളിൽ എത്ര പ്രാവശ്യമുണ്ട്, 4, 5, 20 എന്ന് കിട്ടും. അടുത്ത 40ലാണെങ്കിലോ
8 5 40. അപ്പോൾ നമുക്ക് 5 കൊണ്ട് 20നെയും 40നെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ സീരീസിലെ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും ഏത്? LCM. ഓക്കെ, 40 ആയിരിക്കും LCM. ഇനി നമുക്ക് അല്ലാതെ ചെയ്തു നോക്കാം, നമ്മൾ സാധാരണ രീതി ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയോ, കോമൺ ആയിട്ട് 5. 5 5 ഒരു പ്രാവശ്യം, 4 5 20, 8 5 40 ആണല്ലോ. 8 5 40. ഇനി കോമൺ ആയിട്ട് നമുക്കിനി 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 എഴുതി, 2 എഴുതി, 4 എഴുതി. ഇനി വേണമെങ്കിൽ നമുക്ക് 2 വെച്ച് പിന്നെയും ഡിവൈഡ് ചെയ്യാം. 1 എഴുതി, 1 എഴുതി, ഇവിടെ 2 എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. 5 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, 5 2 10, 10 ഇൻറ്റു 2 20, 20 ഇൻറ്റു 2 40 എന്ന് കിട്ടി. ഈ 40 തന്നെയാണ് ഈ 40. ഓക്കെ ഓക്കെ, ശരിയായല്ലോ. പക്ഷേ അത് നമുക്ക് എല്ലാത്തിലും നമുക്ക് അങ്ങനെ വരത്തില്ല. എല്ലാത്തിലും നമുക്ക് എല്ലാ നമ്പറിലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാധാരണ ഈ വരച്ച് ചെയ്യുന്നതിൽ ചെയ്താൽ മതി. ഓക്കെ, മറ്റത് ചാടിക്കയറി ചെയ്യണ്ട, എല്ലാത്തിലും കിട്ടത്തില്ല ചിലത്. ഓക്കെ ശരി, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത നമുക്കിവിടെ നോക്കിക്കോ, ഡിവൈഡ് ചെയ്യാം. 10 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 10 10 ഒരു പ്രാവശ്യം, ഇവിടെയാണെങ്കിൽ 3 പ്രാവശ്യം, ഇവിടെയാണെങ്കിൽ 5 പ്രാവശ്യം. ഇവിടെ നോക്ക്, ഇവിടെ ആയപ്പോൾ നമുക്ക് 3 5, നമുക്ക് വേറൊരു സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 ഇൻറ്റു 3 30 എന്ന് കിട്ടും. 30 ഇൻറ്റു 5 150 എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ ആൻസർ 150. ഇനി അടുത്ത ചോദ്യം, 5 15 25 എൻ്റെ LCM അല്ലെങ്കിൽ ഫൈൻഡ് LCM കാണുക എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് 5 കൊണ്ട് നോക്കാം. അപ്പോൾ 5 5 ഒരു പ്രാവശ്യം, 15 3 പ്രാവശ്യം, 25 5 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. 5 ഇൻറ്റു 3 ഇൻറ്റു 5, ഇവിടെ നമുക്ക് 3ഉം 5ഉം ആണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ 5 ഇട്ട് ചെയ്ത് കഴിഞ്ഞാലും എങ്കിൽ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഇട്ടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതും എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 3 15, 15 ഇൻറ്റു 5 75 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, സംഭവം എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഒരല്പം വേഗത്തിൽ ഈ ഒരു സംഭവം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് കമൻറ്റ് ഇട്ടോ. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ്സും കൂടെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് 2 പോകാം. അടുത്ത ടൈപ്പ് ചോദ്യമാണ്. ഇതിൽ നോക്ക്, ഇത് നടുക്ക് പോയിൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്തോ, ഞാൻ അല്പം വലുതാക്കാം. ഓക്കെ, 1.5 2.5 4.5 എങ്കിൽ LCM കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യ വെച്ചിട്ടാണ് LCM കണ്ടത്. അപ്പോൾ ഇനി പോയിൻ്റ് ഉള്ള സംഖ്യ വെച്ച് എങ്ങനെ LCM കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തലവേദന കേസൊന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നോക്ക്, ഈ 1.5 എന്ന് പറയുന്നത് അതിനെ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഈ 1.5 വരുന്നത്. ഓക്കെ, 25നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2.5 വരുന്നത്. ഓക്കെ, 45നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 4.5 വരുന്നത്. ഓക്കെ, സംഭവം പിടികിട്ടിയല്ലോ. ഓക്കെ, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ സംഭവങ്ങളെല്ലാം 1.5നെ 15 എന്ന് എഴുതുന്നു, പോയിൻ്റ് മാറ്റി. 2.5നെ നമ്മൾ 25 എന്ന് എഴുതി, 4.5നെ 45 എന്ന് എഴുതി. ഓക്കെ, ഈ പോയിൻ്റ് മാറ്റണം എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല, അത് നമുക്ക് പോയിൻ്റ് എളുപ്പത്തിന് മാറ്റേന്നേ ഉള്ളൂ. അതായത് 1.5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 15 മാറും. ഓക്കെ, ഒരു സ്ഥാനം, ഇവിടുത്തെ ഒരു സ്ഥാനം മാറി അപ്പുറത്ത് പോകും. ഓക്കെ, സംഖ്യയുടെ ഇപ്പുറത്ത് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പോയിൻറ്റിന് വിലയില്ല എന്നതാണ് മീനിങ്, അർത്ഥം. ഓക്കെ ശരി, അതുകൊണ്ട് നമ്മൾ ഈ 1.5നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ നടുക്കത്തെ പോയിൻ്റ് മാറി ഇപ്പുറത്തോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ 15 എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ 25 45 ഇനി അതിൻ്റെ LCM എടുക്കുക. ഓക്കെ, ഇനി എളുപ്പമുണ്ടല്ലോ, ഇനി എളുപ്പമുണ്ട്. നമുക്ക് അറിയാം 5 കോമൺ ആയിട്ട് പോകുന്നത്, കാരണം ഏറ്റവും അവസാനം എല്ലാം 5 ഇല്ലേ. അപ്പോൾ 5 3 15, 5 5 25, 9 5 45.
ഇനി കോമൺ ആയിട്ട് പോകുന്ന എത്ര സംഖ്യകളുണ്ടേ? 2 സംഖ്യകളുണ്ട് അല്ലേ? 3ൻ്റെ ടേബിളിൽ 3 പോവും, അതുപോലെ 9 പോവും. നമ്മൾ എന്ത് ചെയ്യുന്നു? 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 1, 5, 3 എന്ന് കിട്ടി. ഓക്കെ, 1, 5, 3 എന്ന് കിട്ടി. ഇനി നമുക്ക് 5 × 3 × 5 × 3 ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് ഇൻറ്റു ചെയ്യുന്നു. 5 × 3, 5 × 3 നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 5 × 3 × 5 × 3 225 എന്ന് കിട്ടും. 225 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റ് മാറ്റിയ 10 ഉണ്ടല്ലോ, ആ 10നെ കയ്യോടെ തൂക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഡിവൈഡ് ബൈ 10. ഓക്കെ, ഡിവൈഡ് ബൈ 10. ആ 225ന് ഡിവൈഡ് ബൈ 10. ഡിവൈഡ് ബൈ 10 ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 225 എന്ന് എഴുതിയിട്ട് ഈ സൈഡിൽ നിന്ന്, വലത്തെ സൈഡിൽ നിന്ന് ഇടത്തോട്ട് ഒരു സ്ഥാനം മാറ്റി ഒരു പോയിൻ്റ് അടിച്ചു കൊടുത്താൽ ആൻസറായി. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, വലത് സൈഡിൽ നിന്ന് ഇടത് സൈഡിലേക്ക്. ഓക്കെ, ഇതറിയാം, എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സംഭവം പിടിയിട്ടില്ല എങ്കിൽ അടുത്ത ചോദ്യം. ഇവിടെ ഇപ്പോൾ 4.5, 0.9, 1.8. ഇതിനെ നമ്മളെല്ലാം പോയിൻ്റ് കളഞ്ഞ് എഴുതുന്നു. ഓക്കെ, 45, 0.9 9 ആകും, 1.8 18 ആകും. ഓക്കെ, ഇനി നമുക്കിത് എല്ലാം 9ൻ്റെ ടേബിളിലാണ് പോവുക. 45, 9, 18 ഇല്ലേ? അപ്പോൾ 9, 5, 45 ഇല്ലേ? നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 1 9, 9, 2 9, 18. ഇനി ഏതെങ്കിലും കോമൺ ആയിട്ട് പോവോ? ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, 9 × 5 × 2. ഇനി എത്ര എന്ന് ആൻസർ എഴുതണം. ഓക്കെ, 9 × 5 നമുക്ക് 45, 45 × 2 90 എന്ന് കിട്ടും. 90. ഇനി നമ്മൾ ആദ്യം കളഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ 10, ആ 10നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 90 ഡിവൈഡ് ബൈ 10. 0 0 തമ്മിൽ വെട്ടിക്കളഞ്ഞു, ആൻസർ 9. ഓക്കെ, ആൻസർ എത്രയെന്ന് കിട്ടൂടെ? 9 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു സംഭവം മനസ്സിലായല്ലോ. വലിയ സംഭവമൊന്നുമല്ല, ജസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണേ. ഇവിടെ നോക്ക്. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവൈസിബിൾ ബൈ 12, 16 ആൻഡ് 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12, 16, 24 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നതാണ് ഇതിൻ്റെ മലയാളം. ഇത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ അപ്പോൾ ഇത് നമ്മൾ LCM എന്ന് പറയുന്ന ടോപ്പിക് ആയതുകൊണ്ട് നമുക്കറിയാം ഇത് എന്ത് ചെയ്യേണ്ടതാണ്? LCM എടുക്കേണ്ടതാണ്. ഇനി ഇത് പരീക്ഷയ്ക്ക് വരികയാണ്. അപ്പോൾ നമുക്കിത് കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, LCM ആണ് എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ ക്വസ്റ്റ്യനിൽ ലീസ്റ്റ്, സ്മാൾ എന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം അത് LCM ആണെന്ന് മനസ്സിലാക്കാം. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ലീസ്റ്റ്, സ്മോൾ, ലീസ്റ്റ് നമ്പർ, സ്മോൾ നമ്പർ എന്നൊക്കെ ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് LCM ആണ് എന്ന് മനസ്സിലാക്കാം. മറിച്ച് ഹയസ്റ്റ് നമ്പറാണ് അല്ലെങ്കിൽ ലാർജ് നമ്പറാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് HCF ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് HCF പഠിച്ചിട്ടില്ല, അത് വഴിയെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ LCM ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 12ൻ്റെയും 16ൻ്റെയും 24ൻ്റെയും LCM എടുക്കണം. ഓക്കെ, 12, 16, 24 നമുക്ക് 2 വെച്ച് വെട്ടാം. അപ്പോൾ 2ൽ ഇവിടെ എത്രയെന്ന് കിട്ടും? 6 എന്ന് കിട്ടും, ഇവിടെ 8 എന്ന് കിട്ടും, ഇവിടെ 12 എന്ന് കിട്ടും ഇല്ലേ? അടുത്ത് നമ്മൾ 2 വെച്ച് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 6ൽ ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 6 എന്ന് കിട്ടും. അടുത്ത് കോമൺ ആയിട്ട് നമ്മൾ 2 വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 3 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് 3 എടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 എന്ന് കിട്ടി, ഇവിടെ 2 എന്ന് കിട്ടി, ഇവിടെ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം. 2 × 2 × 2 3 2 × 3 × 2. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യാം. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എത്ര കിട്ടുമെന്ന്. 2 × 2 4, 4 × 2 8, 8 3 24, 24 × 2 48 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 48.
ഓക്കെ, അപ്പോൾ ഈ 48നെ നമുക്ക് 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് ഈസ് എക്സ്ട്രാക്ട്ലി ഡിവൈസബിൾ ബൈ 8, 24, 48. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്ത് കാണുക? LCM എടുക്കുക. LCM എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. 8, 24, 48. അപ്പോൾ നമുക്ക് എളുപ്പം പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് 8 കൊണ്ട് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ 8 ഒരു പ്രാവശ്യം, 3 ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 6 പ്രാവശ്യം. ഓക്കെ, 6 48. ഇനി കോമൺ ആയിട്ട് പോകുന്നത് 3-ൽ പോകും അല്ലേ? 3ഉം 6ഉം 3-ൽ പോകും. അപ്പോൾ നമുക്ക് 3 വെച്ചെടുക്കാം. 1, 1, 2. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. LCM ആണ് കാണേണ്ടത്. അതുകൊണ്ട് നമ്മൾ 8 × 3 × 2, 8, 3, 24, 24 × 2, 48. ഇവിടുത്തെ ആൻസർ 48. ഓക്കെ, അപ്പോൾ ഈ 48ന് നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 48 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കാര്യം പിടികിട്ടിയല്ലോ. ഇതാണ് സംഭവം. ഈ മോഡൽ എന്തായിരുന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മോഡലും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 12 ആൻഡ് 18 ലീവ്സ് ദ സെയിം നമ്പർ 2 ഇൻ ഈച്ച് കേസ്. എന്ന് പറയുമ്പോൾ 8, 12, 18 എന്നീ സംഖ്യകളെ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ഇത് വേറെ ഒന്നുമില്ല. ആദ്യം നമ്മൾ LCM കാണണം. LCM കാണാൻ നമുക്കറിയാം 8, 12, 18. ഓക്കെ, ഇത് നമുക്ക് കോമൺ ആയിട്ട് 2 വെച്ച് പോവും. ഓക്കെ, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 9. ഇനി നമുക്ക് 3 വെച്ച് വെട്ടാം, 3 വെച്ചും വെട്ടാം, 2 വെച്ചും വെട്ടാം. നമുക്ക് 3 വെച്ച് മതി. ഓക്കെ, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 3. ഇനി നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 3. ഇനി നമ്മളെല്ലാം കൂടെ വാരി പറക്കി ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2 × 3 × 2 × 2 × 3 ഇല്ലേ? 2, 3, 2, 2, 3, 2, 3, 2, 2, 3. ഓക്കെ, ഇവിടെ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 3, 2, 6, 12, 24. 24-ലെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് കിട്ടും. ഓക്കെ, 72. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 72 എന്നുള്ള ആൻസർ കിട്ടി. ഇനി ഇവിടെ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, റിമൈനർ അല്ലെങ്കിൽ ശിഷ്ടം എത്രയെന്ന് പറഞ്ഞിരിക്കുന്നു? 2 എന്ന് പറഞ്ഞിരിക്കുന്നു. വേറെ ഒന്നും ചെയ്യേണ്ട, കിട്ടിയ LCMനെ ഈ 2 കൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടുക, സംഭവം ചെയ്യുന്നു. ഓക്കെ, 72 പ്ലസ് 2 നമുക്ക് എത്രയെന്ന് കിട്ടി? 74 എന്ന് കിട്ടി. ഓക്കെ, എളുപ്പമല്ലേ ഡേ? സിമ്പിളല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തത് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 10 ആൻഡ് 15 ലീവ്സ് ദ സെയിം റിമൈനർ 2 ഇൻ ഈച്ച് കേസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 5, 10, 15 സംഖ്യകളെ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5, 10, 15 LCM എടുക്കുമ്പോൾ 5-ൽ 5 ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 5 × 2 × 3, 5, 2, 10, 10 × 3, 30. അപ്പോൾ നമുക്ക് LCM 30 എന്ന് കിട്ടി. ഇനി റിമൈനർ എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റിമൈനർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പോൾ എത്രയെന്ന് കിട്ടി? 30 + 2, 32. റിമൈനർ എത്രയോ വരട്ടെ, ഒരു വിഷയവുമില്ല. റിമൈനർ അല്ലെങ്കിൽ ശിഷ്ടം എന്ത് ചെയ്യുക? എടുത്ത് വെച്ച് കൂട്ടിയാൽ മാത്രം മതി. LCM കണ്ടിട്ട് ആ ശിഷ്ടം എന്ത് ചെയ്താൽ മതി? എടുത്ത് കൂട്ടിയാൽ മാത്രം മതി. ചോദ്യമാണ്, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വെൻ ഡിവൈഡഡ് 8 ആൻഡ് 5 ലീവ്സ് ദ റിമൈനേഴ്സ് 12 ആൻഡ് 9 റെസ്പെക്റ്റീവ്ലി. ഇവിടെ ഈ ഒരു സംഭവം എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള സംഭവം കൂടെയാണ്. ഇതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് 8-ൻ്റെയും 12-ൻ്റെയും LCM എടുക്കണം. ഓക്കെ, ഈ അറ്റത്തെ സംഖ്യയും ഈ അറ്റത്തെ സംഖ്യയുടെ LCM എടുക്കണം, 8-ൻ്റെയും 12-ൻ്റെയും. അപ്പോൾ 8-ൻ്റെയും 12-ൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 ഇവിടെ 2 പ്രാവശ്യം,
ഇവിടെ 3 പ്രാവശ്യം 4 3 12. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ബാക്കി താഴോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താഴോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം. 4 × 2 × 3, 4 × 2 8, 8 3 24 എന്ന് കിട്ടും. 24. അപ്പോൾ LCM എന്ന് പറയുന്നത് 24 ആണ്. ഇനി ഇവിടെ നോക്കട്ടെ, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ 8ഉം 5ഉം തമ്മിൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 8ഉം 5ഉം തമ്മിൽ വ്യത്യാസം വരുന്നത് 3 ആണ് ഇല്ലേ. 8ന് 5 കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. അതുപോലെ 12 - 9, ഈ 12 - 9, 12 - 9 നമുക്ക് 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വ്യത്യാസം എത്രയാണ് കിട്ടിയത്, 3 ആണ് കിട്ടിയത്. എങ്കിൽ 24ൽ നിന്ന് ആ 3 മൈനസ് ചെയ്ത് നമുക്ക് 21 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് വേറെ ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. ആദ്യം LCM എടുക്കുക. ആദ്യത്തെ 2 സ്റ്റെപ്പ് സംഖ്യകൾ തന്നിട്ടുണ്ട്. 8 and 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 12 and 9 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ചെയ്യേണ്ടത് തമ്മിൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ വ്യത്യാസം നോക്കുക. അപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു വ്യത്യാസമായിരിക്കും, ഒരു നമ്പറായിരിക്കും കിട്ടുക. ഓക്കെ, കോമൺ അല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും. കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഉള്ള സംഖ്യയെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക, LCM കണ്ട ശേഷം ആ സംഖ്യ വെച്ച് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, എല്ലാം സെറ്റാവും. ഓക്കെ, അടുത്ത ചോദ്യം നമ്മളിപ്പോൾ ചെയ്ത മോഡൽ തന്നെയാണ്. ഓക്കെ, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ when divided 8 and 3 leaves the remainder 12 and 7 respectively. ഓക്കെ, ഇതിൻ്റെ ചോദ്യം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 8ൻ്റെയും 12ൻ്റെയും LCM. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ സെയിം LCM തന്നെയാണ്, വെറുതെ എഴുതി ചെയ്യുന്നില്ല. അപ്പോൾ LCM എന്നാലും നമുക്ക് എത്രയെന്ന് കിട്ടൂടെ? 8ൻ്റെയും 12ൻ്റെയും LCM തൊട്ട് കഴിഞ്ഞ കണക്കിൽ നമുക്ക് എത്രയെന്ന് കിട്ടിയ 24 എന്നാണ് LCM കിട്ടിയത്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. 8ൻ്റെയും 12ൻ്റെയും LCM. ഓക്കെ, ഇവിടെ നമുക്ക് 4 വെച്ച് വെട്ടാം. 4 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 2, ഇവിടെ 3. ഇനി നമുക്ക് 4 × 2 × 3, 4 × 2 8, 8 3 24, 24 എന്ന് കിട്ടി. ഇനി നമുക്ക് വ്യത്യാസം നോക്കാം. 8ൻ്റെയും 3ൻ്റെയും വ്യത്യാസം എത്രയുണ്ടായി? 5 ആണ്. അതുപോലെ തന്നെ 12ൻ്റെയും 7ൻ്റെയും വ്യത്യാസം എത്രയാണ്? 5 ആണ് ഇല്ലേ. കോമൺ ആയിട്ടുള്ള വ്യത്യാസങ്ങളല്ലേ ഇവിടെ ഉള്ളത് ഇല്ലേ, കോമൺ ആയിട്ടുള്ള വ്യത്യാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തോന്ന് ചെയ്യാം, ഇനി നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയ വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം കൊണ്ട് ആ 24നെ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 24 - 5 നമുക്ക് 19 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് സെറ്റായല്ലോ, കുഴപ്പമില്ലല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം, അടുത്ത മോഡലാണേ. ഇവിടെ ഈ മോഡൽ നമുക്ക് LCM കാണാനുണ്ട്, HCF കാണാനുണ്ട്. അപ്പോൾ LCM നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഇവിടെ HCF ആകുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 4 5 8 ഇങ്ങനെ ഒരു സംഖ്യ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ HCF കാണാൻ ചോദിക്കുന്നു എങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് ഇത് 4 ആണ്, ഇത് 5 ആണ്, 8 ആണ്. നമുക്ക് 2 വച്ചിട്ട് 4നെയും ചെറുതാക്കാം, 8നെയും ചെറുതാക്കാം. എന്നാൽ 5നെ ചെറുതാക്കാൻ പറ്റത്തില്ല ഇല്ലേ. അതായത് കോമൺ ആയിട്ട് എല്ലാത്തിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് HCF എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ HCF എത്രയാണ്? 1 ആണ്. ഇവിടുത്തെ HCF 1 ആണ്. കാരണം നമുക്ക് 4ഉം 8നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സംഖ്യ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമൺ ആയിട്ട് എല്ലാത്തിനെയും ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന അവസരങ്ങളിൽ അതിൻ്റെ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ശരി. ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം. എടേ, നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന സംഖ്യകളുടെ എല്ലാത്തിൻ്റെ LCMഉം താഴെ കിടക്കുന്ന സംഖ്യകളുടെ എല്ലാം HCF ആണ് എടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈയുടെ മുകളിൽ ഉള്ള സംഖ്യകളുടെ LCMഉം താഴത്തെ സംഖ്യയുടെ HCF എടുക്കണം. അപ്പോൾ മുകളിലത്തെ സംഖ്യ നമുക്കെടുക്കാം 1 × 2 × 3. അപ്പോൾ മുകളിലത്തെ സംഖ്യയുടെ HCF എന്ന് പറയുമ്പോൾ 3 × 2 6, 6 ആണ് LCM എന്ന് പറയുന്നത്. ഇനി താഴത്തെ സംഖ്യയുടെ HCF എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 2ഉം 3ഉം 4ഉമാണ്. അപ്പോൾ നമുക്ക് 2 വെച്ച് 2നെയും 4നെയും ഡിവൈഡ് ചെയ്യാം, 3നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ,
അങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമുക്ക് അവിടുത്തെ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും. ആ 1 നമ്മളിവിടെ എടുത്ത് എഴുതി. അപ്പോൾ 6/1 നമ്മുടെ ഇവിടുത്തെ ആൻസർ 6. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2/3, 3/5, 4/7. ഫൈൻഡ് LCM. ഇവിടെ നോക്കണേ, മുകളിലത്തെ സംഖ്യകളുടെ LCM എടുക്കണം. മുകളിലത്തെ സംഖ്യയുടെ LCM എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. LCM 2, 3, 4. ഇവിടെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 2 കിട്ടും. ഇനി 2 × 3, 3 2 6, 6 × 2 12 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ ഇവിടെ HCF നോക്കണേ. 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. നമുക്ക് HCF എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരുപോലെ പോകുന്ന ഒന്നുമില്ലല്ലോ, എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എത്രയായിരിക്കും? ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ 12/1 നമ്മുടെ ആൻസർ 12. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മളിനി അടുത്ത് പറയുന്നത് HCF ആണേ. ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ പറയുകയാണ് കേട്ടോ. HCF ആണ്. HCF, LCM അല്ല, HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതാണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ HCF കാണണം. 10, 20, 40. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് എളുപ്പം ഹരിക്കാൻ സാധിക്കുന്നത് 10 വെച്ചിട്ടല്ലേ? 10 വെച്ചിട്ടല്ലേ നമുക്ക് ഏറ്റവും എളുപ്പം പറ്റുക. കോമൺ ആയിട്ട് ഇതിനകത്തുള്ളത്, ഇതിനകത്ത് 10 ഉണ്ട്, ഇതിനകത്ത് 10 ഉണ്ട്, ഇതിനകത്ത് 10 ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. 10 10 ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം. ഓക്കെ, ഇനി അടുത്ത് കോമൺ ആയിട്ട് പോവാനുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട് ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യും? കോമൺ ആയിട്ട് പോവും. പക്ഷേ 1 പോവത്തില്ല ഇല്ലേ? ഇപ്പോൾ 1 വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലും പോവത്തില്ല, 2 വെച്ചിട്ട് 2 ഇതിൽ ചെയ്താലും പോവത്തില്ല. ഓക്കെ, പക്ഷേ ബാക്കിയുള്ളതിൽ ഡിവൈഡ് ചെയ്യാൻ പോകും. അതായത് കോമൺ ആയിട്ടുള്ള സംഖ്യകളിൽ ഒന്നെങ്കിലും പോവാതിരിക്കുന്നു എങ്കിൽ, ഒരു സംഖ്യയെങ്കിലും പോവാതെ ഇരിക്കുന്നു എങ്കിൽ, അതായത് ഒരു സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള എല്ലാ സംഖ്യകളും ഡിവൈഡ് ചെയ്യാൻ പറ്റും എങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് ബാക്കി ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, HCF ഈ സൈഡിൽ കിടക്കുന്ന സംഖ്യകൾ മാത്രമേ ഇൻറ്റു ചെയ്ത് എഴുതത്തുള്ളൂ. ഓക്കെ, അതും കൂടെ ഒന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തത് 5, 10, 15. ഓക്കെ, ഇവിടെ 5 കോമൺ ആയിട്ട് എടുക്കുക അല്ലേ? 5 അല്ലേ കോമൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ 5ൽ 5 ഒരു പ്രാവശ്യം, 10ലാണെങ്കിൽ 2 പ്രാവശ്യം, 15ലാണെങ്കിൽ 3 പ്രാവശ്യം ഇല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള നമ്പറാണ്, നമുക്കിനി താഴോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 5 ആയിരിക്കും ഇല്ലേ? 5 ആണ്. അടുത്ത നോക്ക്, 4, 7, 25. നമ്മൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ലേ? ഡിവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല ഇല്ലേ? 4ന് കോമൺ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, 7ന് കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 25ന് വച്ച് കഴിഞ്ഞാലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ HCF നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തന്നെയാണ്? 1 ആയിരിക്കും ഇവിടുത്തെ HCF. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാം. അടുത്ത് നോക്കിക്കോ, ഇവിടെ അടുത്ത ചോദ്യം 2/5, 3/10. ഇതിൻ്റെ HCF കാണുക. ഇതിൻ്റെ HCF കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ LCM കണ്ടു ഇതുപോലത്തെ, ഇനി അടുത്ത HCF ആണ്. ഇവിടെ നമ്മൾ നേരത്തെ LCM പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മുകളിൽ LCM താഴെ HCFും എടുത്തു. ഇവിടെ നേരെ തിരിച്ചാണ്, മുകളിൽ HCFും താഴെ LCMും എടുക്കണം. ഓക്കെ, LCM കാണാൻ ചോദിക്കുകയാണെങ്കിൽ മുകളിൽ LCMും താഴെ HCFും, HCF ആണ് ചോദിക്കുകയാണെങ്കിൽ മുകളിൽ HCFും താഴെ LCMും. ഓക്കെ, അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും HCF നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2നെയും 3നെയും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ HCF എത്ര തന്നെ ആയിരിക്കും? ഇവിടെ 1 തന്നെ ആയിരിക്കും. അപ്പോൾ 1/, ഇനി 5ൻ്റെയും 10ൻ്റെയും LCM എടുക്കണം. 5ൻ്റെയും 10ൻ്റെയും LCM നമുക്ക് എടുത്ത് നോക്കാം. 5, 10 കോമൺ ആയിട്ട് നമുക്ക് 5 എടുക്കാം. 5ൽ 5 ഒരു പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, 5 × 2 10 എന്ന് കിട്ടി. അപ്പോൾ 1/10 എന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, 1/10.
ഇനി അടുത്ത എച്ച് സി എഫ് നമുക്ക് നോക്കാം. 1/7 2/3. അപ്പോൾ മുകളിലത്തെ സംഖ്യയുടെ എച്ച് സി എഫും താഴത്തേൻ്റെ എൽ സി എമ്മും എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അടുത്ത 7ൻ്റെയും 3ൻ്റെയും എൽ സി എമ്മോ നമുക്കറിയാം. 7നെ 3നെ ഘടകങ്ങളില്ല, ഇങ്ങനെ ആക്കി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 7 × 3 എത്ര എന്നിട്ട് 7 3 21. ഓക്കെ, 21 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ 1/21. ഇതാണ് ഇതിൻ്റെ എച്ച് സി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എൽ സി എം ചോദിക്കുകയാണെങ്കിൽ മുകളിലത്തെ സംഖ്യയുടെ എൽ സി എമ്മും താഴത്തിൻ്റെ എച്ച് സി എഫും. എച്ച് സി എഫ് ആണ് ചോദിക്കുന്നതെങ്കിൽ മുകളിലത്തെ സംഖ്യയുടെ എച്ച് സി എഫും താഴത്തെ സംഖ്യയുടെ എൽ സി എമ്മും എടുക്കുക. ഓക്കെ, എൽ സി എമ്മും എച്ച് സി എഫും എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ബേസായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇവിടെ അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് മാത്രമല്ല ചോദിക്കുന്നത്, ഇതിനെക്കാളും നല്ല നല്ല ചോദ്യങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ ചോദിക്കത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. അതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും നമ്മൾ ആദ്യമേ ബേസ് തൊട്ട് തുടങ്ങി എന്നതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് വരുന്ന ക്ലാസ്സിൽ എൽ സി എമ്മും എച്ച് സി എഫിൻ്റെ കംപ്ലീറ്റ് SSC ഇതുവരെ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് ബേസ് കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.